9500 മുതൽ ഫ്രിഡ്ജുകൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ വരുന്ന ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡോട്ടുകളൊക്കെ ഇതിന് വരുള്ളൂ അല്ലേ. പിന്നെ 3 സ്റ്റാർ ആണ്, കറണ്ട് കുറവാണ്. അത് 3 സ്റ്റാർ ആണ് എടുത്ത് പറയേണ്ടത്. 3 സ്റ്റാർ ആണ്, കറണ്ട് കുറയും. ഇതിൽ എങ്ങനെയാണ് വാറണ്ടിയും ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുക? 1 ഇയർ ഫുൾ വാറണ്ടി, 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി ഇവരെ നൽകും കേട്ടോ. 1 ഇയർ ഫ്രെയിം വാറണ്ടിയോട് കൂടിയിട്ട് 2800 അല്ലേ, 2800 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് 14 സൈസ്. ഇയർ ബാക്ക് ആണ്, വർഷം കഴിഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, അന്ന് ട്രെൻഡി ആയി 2022-23 സമയത്തൊക്കെ ട്രെൻഡി ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന 7800 32 ഇഞ്ച് TV MR കമ്പനി വരുന്ന 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് 800 നിങ്ങൾക്ക് നൽകിട്ട. നമുക്ക് 8900 പുതിയ പീസാണ്. ഡാമേജോ ഒന്നുമില്ല, പുതിയ ബോക്സ് പീസാണ്. ഒരു കിട്ടിയില്ല സ്ഥലം പരിചയപ്പെടുത്തി തരാട്ടാ. ഞാൻ ഈ കാണിച്ചു തരുന്ന ലൈഫ് കാർട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീടുകളിലേക്ക് എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, അതല്ല കുട്ടികൾക്ക് വേണ്ട സൈക്കിൾ ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, എന്തൊരു പ്രൊഡക്റ്റും 75% വരെ വില കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പാട്ടാ. 100% ഞാൻ പറയുന്നു മറ്റെവിടെയും കിട്ടില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാം പുതിയ പ്രൊഡക്റ്റുകളാണ്. ആ ഒരു പുതിയ പ്രൊഡക്റ്റ് സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ കാണിച്ചു തരാം, എല്ലാ പ്രൊഡക്റ്റുകളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും ഇങ്ങനെ വില കുറച്ച് കിട്ടുക എന്ന് പറയുന്ന സമയത്ത് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഹായ്, എന്നാ പേരെന്താ? അജ്മൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫോളോവേഴ്സിന് ഇവിടത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയണം. ഫ്രിഡ്ജിന്റെ വില അറിയണം, വാഷിംഗ് മെഷീൻ്റെ വില അറിയണം, എല്ലാം ഒന്ന് അറിയണം. എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് വാഷിംഗ് മെഷീനിൽ തുടങ്ങാം. വാഷിംഗ് മെഷീനിൽ പല രീതിയിലുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട്. ഹെയറിന്റെ വാഷിംഗ് മെഷീൻ അല്ല വരുന്നത്, 6 കിലോന്റെ. എത്ര റേറ്റ് വരുന്നത്? നമുക്ക് 12500 കൊടുക്കുക. എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് പുറത്ത് ഏകദേശം വരുന്നത് 17 രൂപ. 21 രൂപ MRP ഇട്ടിട്ടുണ്ട്. MRP 21 രൂപ MRP ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് 12 ആണ്. 6 കിലോ ആണ് വരുന്നത് ഹെയറിന്റെ വാഷിംഗ് മെഷീൻ കേട്ടോ. ടോപ്പ് ലോഡ് അല്ലേ, ടോപ്പ് ലോഡ് ഓട്ടോമാറ്റിക്. അടുത്ത ഗോദ്രേജിന്റെ വരുന്നുണ്ട്. ഗോദ്രേജ് എന്താ വരുന്നത്? ഇത് നമുക്ക് 7 കിലോനാണ് വരുന്നത്. 7 കിലോന്റെ ഇത് നമുക്ക് 12900 നമുക്ക് ചെയ്യാം. 12900 5 സ്റ്റാർ ആണ് വരുന്നത്. ഈ വാഷിംഗ് മെഷീൻ മൊത്തം 5 സ്റ്റാർ ആണ്. നമുക്ക് പുതിയ മോഡലൊക്കെ 5 സ്റ്റാർ ആണ്. പുതിയ മോഡൽ, ഇതൊക്കെ പുതിയ മോഡൽ ഔട്ട് ആയതല്ല. 2023 മോഡലായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ 2024 അല്ലേ വർഷം വരുന്നത്. അതാണ് സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അതോ ഇതിന് ഡാമേജോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് വല്ല ഡാമേജ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇതിന് വരുന്നത് ചെറിയൊരു നൽക്കും വരുന്നുണ്ട്. ഇതാണ് ഇതിന് പ്രശ്നമായിട്ട് വരുന്നത്. ഇതിന് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും. എന്താണെന്ന് വെച്ചാൽ ഇവർ ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ വാഹനത്തിനൊക്കെ തട്ടുന്ന ചെറിയൊരു തട്ടല്, അതല്ലെങ്കിൽ മോഡൽ കഴിഞ്ഞത്, അതാണ് ഇവിടെ ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ ആണ്. അതല്ലാതെ പുതിയതും ഉണ്ട്, ഓഫറിൽ കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ എടുത്ത് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ ഇത് വരുന്നത് ഇത് വർഷം മോഡൽ ഔട്ട് ആയതാണ്. അതായത് 2023 ആയതുകൊണ്ട് 24ലേക്ക് ഗോദ്രേജ് വേറെ പുതിയ മോഡൽ ഇറക്കിയത് കൊണ്ട് മോഡൽ ഔട്ട് എന്ന് പറയുന്നത് സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് റേറ്റ് എത്ര എന്ന് പറഞ്ഞത്? നമുക്ക് 12900 ഇതിന് വില എത്ര വരുന്നത്? ഇതിന് പുറത്ത് റേറ്റിന് 17800 ഒക്കെ വരുന്നതാണ്. 7 കിലോ അല്ലേ പറഞ്ഞത്? 7 കിലോ വരുന്നത്. അടുത്ത് വരുന്നുണ്ടല്ലോ വേർപൂളിന്റെ അല്ലേ. വേർപൂൾ എത്ര വരുന്നത്? ഇത് നമുക്കൊരു 13 രൂപ റേഞ്ചിന് ചെയ്യാം. 13 രൂപയ്ക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ്, ടോട്ടൽ അല്ലേ. അപ്പോൾ അടുത്ത് വരുന്നുണ്ട്, അടുത്തും വേർപൂൾ തന്നെയാണ്. സെയിം റേറ്റ് തന്നെ വരുന്നത്. 7 കിലോ വരുന്നത്. ഇതും സെയിം റേറ്റ് തന്നെ, 12500 അല്ലേ. പിന്നെ അടുത്തത് വരുന്നത് മിനി സെമി ഓട്ടോമാറ്റിക് അല്ലേ. സെമി ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുത്താൽ സെമി ഓട്ടോമാറ്റിക് ഏതാ കമ്പനി വരുന്നത്? ഹുണ്ടായിന്റെ 6 കിലോ. എത്ര റേറ്റ്? നമുക്ക് 8900 പുതിയ പീസാണ്. ഇതിൽ ഡാമേജോ ഒന്നുമില്ല, പുതിയ ബോക്സ് പീസാണ്. 8500 അല്ലേ, 8500. പിന്നെ സംശയം ഉണ്ടാവും ഇതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി കിട്ടുമെന്നുള്ളത്. അതിന്റെ എന്താണ് പറയാ? നമുക്ക് വാറണ്ടി നമുക്ക് ചെയ്യാം. കമ്പനി വാറണ്ടി തന്നെ ഇവര് നൽകും കേട്ടോ. 1 ഇയർ അല്ലേ പറഞ്ഞത്? 1 ഇയർ ഫുൾ വാറണ്ടി, 5 ഇയർ വാഷ് മോട്ടർ വാറണ്ടി, 5 ഇയർ ഉണ്ട്, 1 ഇയർ ഫുൾ ആയിട്ടുള്ള വാറണ്ടി ഉണ്ട്. അത് കമ്പനി തരുന്ന വാറണ്ടിയാണ്. ബോക്സ് പീസാണ്. 6.5 കിലോ ആണ്. ഹുണ്ടായിൻ്റെതാണ്. വില വരുന്നത് 8500 കേട്ടോ. അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഗോദ്രേജിന്റെ 8 കിലോ വരുന്നത്, 8 കിലോ വരുന്നത്, 8 കിലോന്റെ വരുന്നത്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? നമ്മൾ കൊടുക്കുന്ന ഓഫർ റേറ്റ് 11 രൂപക്ക് കൊടുക്കും. 11000 രൂപക്ക് 8 കിലോ ഗോദ്രേജിന്റെ. ഇതും അതുപോലെ തന്നെ കമ്പനി വാറണ്ടി അല്ലേ. കമ്പനി ഇതിന്റെ പ്രശ്നം എന്താ ഉള്ളത്? ഇതൊരു ബോക്സ് ഇല്ലാതെ വന്ന പീസ്. ബോക്സ് ഇല്ലാതെ വന്നതാണ്. അതായത് ഞങ്ങൾ ബോക്സ് ഇല്ലാന്ന് പറയുമ്പോൾ ചെറിയ ഡാമേജോ കാര്യം വരുന്നുണ്ടോ? ഡാമേജ് ആയാലും വലിയ ഡാമേജ് പൊട്ടായിട്ടുണ്ടാവില്ല. അത് മോട്ടർപരമായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ ബോക്സ് ഇല്ലാന്ന് വരുന്ന പ്രശ്നം. ബോക്സ് ഇല്ലാത്ത സമയത്ത് ചെറിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ. അടുത്തേക്ക് പോവുകയാണെങ്കിൽ അടുത്തും ഗോദ്രേജിന്റെ ആണ് വരുന്നത് അല്ലേ. ഇതും സെമി ഓട്ടോമാറ്റിക് ആണോ? സെമി ഓട്ടോമാറ്റിക് ആണ്. 5 ഇയർ വാറണ്ടി പൊതുവെയുള്ള വാറണ്ടിയാണ്. ഇതിന് എങ്ങനെയാ വില വരുന്നത്? ഇത് 13900 തന്നെ. ഗ്ലാസ് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഒരു 13500 നമുക്ക് ലാസ്റ്റ്
13,500 കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 22 രൂപ MRP വരുന്നുണ്ട്. ഇതിപ്പോ പുറത്ത് ഷോപ്പിൽ 16 രൂപ വരുന്നത്. 16 രൂപ പുറത്ത് ഷോപ്പ് വരുന്നുണ്ട്. ഇതിന് ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ ഡാമേജ് ആയിട്ടൊന്നുമില്ല. ഇയർ ബാക്ക് 2023 ആണ്. അതായത് മോഡൽ കഴിഞ്ഞത് കൊണ്ട് മാത്രം കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ ഒരു സാധാരണക്കാരന് നിങ്ങളുടെ വീടുകളിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ തന്നെ പോയി വാങ്ങണമെന്നില്ല. കാരണം ഒരു വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്നും ഒരുപോലെ തന്നെ ആയിരിക്കും. ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് എന്നുള്ള ഒരു മാറ്റം മാത്രം. ഈ പുതിയതായിക്കോട്ടെ, ഗിഫ്റ്റ് കൊടുക്കാനായിക്കോട്ടെ, ഒക്കെ അതിന് ഉപയോഗിക്കാൻ പറ്റൂലേ. അടുത്ത ഒരുപാട് മോഡലുകൾ ബാക്കിലൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ തന്നെയാണോ? അതെ അതെ, ഫ്രഷ് പീസ് ഉണ്ട്, സെക്കൻഡ്സ് ആയിട്ടും വരുന്നുണ്ട്. അതാണ് ഇയർ ബാക്ക് ആണ് സെമിയിൽ കൂടുതൽ വരുന്നത്. സെമിയിൽ കൂടുതൽ ഇയർ ബാക്ക് ആണ് വരുന്നത്. അതായത് മോഡൽ കഴിഞ്ഞതാണ് വരുന്നത്. സ്ക്രാച്ച് ഒന്നും ആയിട്ടുണ്ടാവില്ല. സെമിയിൽ മോഡൽ ഔട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് 13,700 വരുന്നുണ്ട് അല്ലേ? ഇതല്ലേ റേറ്റ് വരുന്നത്? 13,700. 8.5 കിലോ കെൽവിനേറ്റർ വരുന്നുണ്ട്. ഉണ്ടായിന്റെ 9 കിലോ 11,000 രൂപ വരുന്നുണ്ട്. ഇതാണ് 13,800 പവർ വാഷിന്റെ 9.5 കിലോ അല്ലെ? ഇതൊക്കെ ലാസ്റ്റ് ഒരു 12,800 നമുക്ക് ഇത് ചെയ്യാം പവർ വാഷ്. ഇപ്പൊ ഇതിൽ പറയുന്നത് നോക്കണ്ട, ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഓഫറിൽ വേറെയും തരും കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടുവരാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം നമുക്ക് ചെയ്തു. ഓക്കെ, പിന്നെ പവർ വാഷിന്റെ 9 കിലോ, അത് 9 കിലോ ഇവിടെ നോക്കണ്ട, അത് രണ്ട് സെയിം തന്നെ, ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതാണ് തോംസന്റെ വരുന്നുണ്ട് 11,000 രൂപ. ഈ വരുന്ന 11,000 തന്നെ ഇവിടെ ഇട്ട വിലയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വരും കൊടുക്കണം. 12,700 ഗോദ്രേജിന്റെ അല്ലേ? അപ്പൊ ഇനി അടുത്തത് വരികയാണെങ്കിൽ ട്രെഡ്മിൽ അല്ലേ? ഇതിന് എത്ര റേറ്റ് കൊടുക്കാം? അത് നമുക്കൊരു 8,900 നമുക്ക് ചെയ്ത് കൊടുക്കാം. 8,900 തടി കുറയാനുള്ളൊരു, വയറ് കുറയാനുള്ളൊരു, വീട്ടിൽ എന്തും ചെയ്യാം. ഞങ്ങൾക്ക് റണ്ണിങ് വീട്ടിലാണ് വീട്ടിനുള്ളിൽ തന്നെ വെക്കാൻ പറ്റിയ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്താണ് ഉപയോഗം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സൈക്കിളുകളൊക്കെ ഉണ്ട്. സൈക്കിളുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സൈക്കിളൊക്കെ നമുക്ക് 2,850 സ്റ്റാർട്ടിങ്. 2,850 സൈക്കിൾ കൊടുക്കാൻ കഴിയും. സ്റ്റാർട്ടിങ് 2,850 രൂപക്ക് നിങ്ങൾക്ക് സൈക്കിളുകൾ കിട്ടാം. അപ്പം സൈക്കിളിന് ഇങ്ങനെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അതിനെങ്ങനെ വാറണ്ടി കാര്യം കൊടുക്കാം? അത് ഫ്രെയിമിന് നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഫ്രെയിമിന് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? അതൊക്കെ ആണെങ്കിൽ 3,500 ആ റേഞ്ച്. 16 സൈസ് സൈക്കിളാണ്. 16 സൈസ് സൈക്കിള് 3,500. നമ്മുടെ ഫോളോവേഴ്സിന് കുറച്ച് കൊടുക്കുമല്ലോ ഒന്നുകൂടി? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീട്ടിലൊക്കെയുള്ള ലേഡീസുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സൈക്ലിംഗ് ചെയ്യാം. നമുക്കൊരു 3 രൂപയ്ക്ക് നമുക്ക് ചെയ്തു 3 രൂപ നമുക്ക് 3 രൂപ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതെങ്ങനെ പുറത്ത് റേറ്റ് വരുന്നുണ്ട്? ഇതിന് പുറത്ത് ഏകദേശം 5,900 വില വരുന്നുണ്ട്. 5,900 വില വരുന്നുണ്ട്. ഫ്രൈ പാനുകളൊക്കെ ഒരുപാട് ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ. ഓഫർ കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് എന്തായാലും മാറ്റം ഉണ്ടാവും. നമ്മൾ വേറെ 350 രൂപയുള്ളൂ കേട്ടോ. പിന്നെ കുക്കർ വരുന്നുണ്ട്, മിക്സി വരുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇനിയും വരുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് നമുക്ക് പോയാലോ? ഫ്രിഡ്ജിലേക്ക് പോകുന്ന സമയത്ത് സിംഗിൾ ഡോർ വരുന്നുണ്ട്, ഡബിൾ ഡോർ വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഡോറിൽ തന്നെ അടുത്ത് തുടങ്ങാം അല്ലേ? സിംഗിൾ ഡോർ ഗോദ്രേജിന്റെ വരുന്നുണ്ട്, ഗോദ്രേജിന്റെ 2 സ്റ്റാർ വരും. അപ്പൊ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് വിഷയം വരുന്നത്? ഇത് മോഡൽ ഔട്ട് സ്ക്രാച്ച് ആയിട്ട് വരുന്നത്. ഇത് ബോഡി സ്ക്രാച്ച് ആണ് വരുന്നത്. വരിക. അപ്പൊ മോട്ടറിന് ഉള്ളിലെ വിഷയം കാര്യമൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ വാറണ്ടി ഉണ്ടാവും. എത്ര? 5 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും. 5 വർഷം കംപ്രസർ ഉണ്ടാവും. നമ്മളൊരു ഫ്രഷ് എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് 10 ഇയർ കിട്ടും. അത് നമ്മൾ സെക്കൻഡ്സ് ആയതുകൊണ്ടാണ് ഈ 5 വർഷം കിട്ടുന്നത്. അപ്പൊ എത്ര റേറ്റിന് കൊടുക്കാം? നമുക്കിതൊരു 12,900 ഒരു 12 രൂപയ്ക്ക് നമുക്ക് 12,000 രൂപക്ക് കൊടുക്കാം. അപ്പം ഇതിന് ഏകദേശം 24,900 പുറത്ത് വില വരുന്നുണ്ട്. 24,900 MRP ആണെങ്കിലും ഒരു 18 രൂപ 16 രൂപ റേഞ്ച് വരും. അപ്പൊ എത്ര റേറ്റ് പറഞ്ഞത്? നമ്മളൊരു 12 രൂപയ്ക്ക് 12,000 രൂപക്ക് നിങ്ങൾക്ക് തരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ കമ്പനിയും നമ്മൾ എടുത്തു പറയാൻ വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും കേട്ടോ. അപ്പൊ ഇതേതാ വരുന്നത്? വേർപൂൾ ഉണ്ട് അല്ലേ? നമുക്ക് വേൾപൂൾ ഉണ്ട്. അതാണെങ്കിലും ഒരു 13 രൂപക്ക് നമുക്ക് ചെയ്യാം. ലിറ്റർ കൂടിയതാ വരുന്നത്. ലിറ്റർ കൂടിയതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലല്ലോ. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നമായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതാണ്ട് ഇയർ ബാക്ക് ആണ്. വർഷം കഴിഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, അന്ന് ട്രെൻഡി ആയി 2022-23 സമയത്തൊക്കെ ട്രെൻഡി ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേർപൂളിന്റെ ഈ ഒരു 2 സ്റ്റാർ 10 വർഷം വാറണ്ടി അല്ല? 5 വർഷമാണോ? 5 വർഷം വാറണ്ടിയോട് കൂടിയിട്ട് എത്ര കൊടുക്കുക? 13,300 ഒക്കെ ആണ് ഇവർ പറയുന്നെങ്കിൽ 13 രൂപ ആ റേഞ്ചിലൊക്കെ ഇവർ ചെയ്തു തരും അല്ലേ? കൊടുക്കൂലേ? ചെയ്തു തരും എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത് വരികയാണെങ്കിൽ വേർപൂളിന് തന്നെ അതിന്റെ നേരെ ചെറുതാണ്. ഇത് കപ്പാസിറ്റി കൂടിയതാണ്, അത് ലിറ്റർ കൂടിയതാണ്, ഇത് ലിറ്റർ കുറഞ്ഞതാണ്. ഇത് എത്ര വരുന്ന റേറ്റ്? 12,500 ഒക്കെ ആണ്. 12 രൂപ ചെയ്ത് കൊടുക്കും. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇതിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുതിയ പീസാണ്, കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരികയെന്ന് മാത്രം. ഒന്നെങ്കിൽ ബോക്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇയർ ബാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാവും. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഇവർ അതുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മാറ്റം, 5 വർഷം വാറണ്ടി അടക്കം ചെയ്ത് തരുന്നുണ്ട് അല്ലേ? 5 വർഷം വാറണ്ടി അടക്കം ചെയ്തിട്ടുണ്ട്. ഗോദ്രേജിന്റെ ആയിക്കോട്ടെ. ഇത് ഒരു സ്റ്റാർ ആണല്ലോ, സിംഗിൾ അല്ലേ? ഇത് എത്ര കൊടുക്കാൻ കഴിയും? നമുക്കൊരു 10 രൂപ റേഞ്ചിന് കൊടുക്കാം. 9,500 മുതൽ
ഫ്രിഡ്ജുകൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത് വരികയാണെങ്കിൽ ഗോദ്രേജ് 12,900 അല്ലേ? 3 സ്റ്റാർ ആണല്ലോ, 3 സ്റ്റാർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 3 സ്റ്റാറിന്റെ ഹെയറിന്റെ വരുന്നുണ്ട് 12,900. ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത്. ഗ്ലാസ് ടൈപ്പ് ആണ്. ഇതൊക്കെ ട്രെൻഡിങ്ങായി കളിച്ചോണ്ടിരുന്ന സാധനം. അതായത് ഇയർ ബാഗ് വന്നതല്ലേ? ഇയർ ബാഗ് വന്നതാണ്. പിന്നെ കുട്ടികളുടെ സൈക്കിൾ ഇവിടെ ഒരുപാട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ ഫ്രഷ് പീസ് ആയിട്ടാണ് അല്ലേ? പുതിയ പീസ് തന്നെ കേട്ടോ. അതിൽ സൈക്കിളിൽ എന്താ പറയുക സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഡബിളിലേക്ക് പോവുകയാണെങ്കിലോ ഡബിൾ ഡോർ ഫ്രിഡ്ജ് 16,500 മുതൽ സ്റ്റാർട്ടിങ് ആട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം ഒരുപാട് പേര് പുതിയത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും, പൈസ തയ്യാതെ നിൽക്കുന്നവരുണ്ടാവും. അതിനൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. EMI സെക്കൻഡ് ഹാൻഡ് എന്നല്ല, ഇവിടെ സ്ക്രാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇയർ ബാഗ് ആയിക്കോട്ടെ എല്ലാത്തിനും EMI സൗകര്യം ഒരുക്കി കൊടുക്കും. നമുക്ക് ബജാജ് സ്കീം ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഓമശ്ശേരി ആണെങ്കിൽ 25 കിലോമീറ്ററിനുള്ളിലേക്ക് നമുക്ക് ബജാജ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തൊരു ഷോപ്പ് വരുന്നുണ്ട് കീശ്ശേരിയാണ്. കീശ്ശേരി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കീശ്ശേരിയുള്ള ലൊക്കേഷൻ കിട്ടും. മലപ്പുറം ആ ഏരിയയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കീശ്ശേരിയുള്ള ലൊക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വയനാട്, താമരശ്ശേരി, കോഴിക്കോട് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഓമശ്ശേരിയാണ് നമ്മൾ ഷോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഗോദ്രേജിന്റെ ഫ്രിഡ്ജിലേക്ക് പോവുകയാണെങ്കിൽ ഗോദ്രേജിന്റെ ഒരു 18,500 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 18-നൊക്കെ മുറിക്കും. അതെ, ഡബിൾ ഡോർ ആണ് വരുന്നത്. അടുത്ത ഗോദ്രേജിന്റെ കുറച്ചുകൂടി നല്ലൊരു മോഡൽ, നല്ലൊരു ഫിനിഷിങ് തന്നെ. എനിക്ക് തോന്നുന്നതാ, ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ വരുന്ന ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് കണ്ടോ? ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡോട്ടുകളൊക്കെ ഇതിന് വരുള്ളൂ അല്ലേ? പിന്നെ 3 സ്റ്റാർ ആണ്, കറണ്ട് കുറവാണ്. അത് 3 സ്റ്റാർ ആണ് എടുത്ത് പറയേണ്ടത്. 3 സ്റ്റാർ ആണ്, കറണ്ട് കുറയും. ഇതിൽ എങ്ങനെയാണ് വാറണ്ടിയും ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുക? 1 ഇയർ ഫുൾ വാറണ്ടി, 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി ഇവരെ നൽകും കേട്ടോ. സുജാതന്റെ മിക്സി ഉണ്ടോ? സുജാത നമുക്ക് ഓർഡിനൻസ് ഇറക്കി കൊടുക്കാം. സുജാത ഏകദേശം എത്ര രൂപ? 5,100 റേഞ്ചിനൊക്കെ ഒരുപാട് പേര് നമ്മൾ പല വീഡിയോ ചെയ്യുന്ന സമയത്ത് കമന്റ് അയക്കാറുണ്ട് സുജാത മിക്സി ഉണ്ടോ എന്നുള്ളത്. ആ സുജാത മിക്സി ഞാൻ ഇവിടെ കാണാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവർ ഇറക്കി തരും കേട്ടോ. നിങ്ങൾ അഡ്രസ്സിലേക്ക് അയക്കണമെന്നുണ്ട്, ചെറിയ ഡെലിവറി ചാർജ് വന്നാൽ നിങ്ങൾ 5,100 സുജാത മിക്സികൾ തരുന്ന പറയുന്നത്. ബോഷിന്റെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ മിക്സികളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫാൻ ആയിക്കോട്ടെ. ഇതെന്താ സാധനം? അത് വാട്ടർ ഹീറ്റർ ആയിട്ട് വരുന്നത്. വാട്ടർ ഹീറ്റർ ആണ്. അപ്പൊ ഇനി ഫ്രിഡ്ജിന്റെ ബാക്കിയിലേക്ക് പോയാലോ? പിന്നെ ഇതാ ഒരുപാട് മോഡലുകൾ ഏതൊക്കെ സൈസിൽ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. വേർപൂളിന്റെ വലിയ ഇത് എത്ര വരുന്നത് ഇൻവെർട്ടർ? ഇത് ഇൻവെർട്ടർ ടെക്നോളജി ആണ്. ഇത് നമ്മൾ കൊടുക്കുന്ന 22,500 പുറത്തെ റേറ്റ് വരെ 31 രൂപയാണ് വില. 31 രൂപ വരുന്നതാണ്, 22,500 കൊടുക്കുന്നത്. പിന്നെ കൺവെർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീസർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കും. നോർമൽ ടൈപ്പിലേക്ക് ആക്കാം. ഫ്രീസർ വേണ്ട, നിങ്ങൾക്ക് ഫ്രീസർ ആയിട്ട് ഉപയോഗിക്കേണ്ട. അതും ഫ്രിഡ്ജ് അടിയിലത്തെ ഇതുപോലെ തന്നെയാണ് കൂളർ മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രിഡ്ജാണ്. ഇതിന് വരുന്നത് 22,500 ആണ്. 38 രൂപേന്റെ അടുത്ത് പുറത്ത് വില വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ കേട്ടോ. അത് തന്നെ അടുത്തേക്ക് പോകാൻ ഇതിന്റെ സെയിം സാധനം. ഇതിന് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ 5 ഇയർ കംപ്രസർ വാറണ്ടി, 1 ഇയർ ഫുൾ വാറണ്ടി ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരേ മോഡൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മോഡലുകൾ ഉണ്ട്. ഒരുപാട് മോഡലുകൾ ഈ ഒരു കുഞ്ഞ് സ്റ്റോർ ആണെങ്കിൽ ഇതിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലാത്ത സ്റ്റോറുകളാണെങ്കിൽ നിങ്ങളെ കീശ്ശേരിയുള്ള നമ്മൾ ഗോഡൌണും ഇതൊക്കെ കീശ്ശേരിയിലുണ്ട്. ഗോഡൌണും കാര്യങ്ങളൊക്കെ കീശ്ശേരിയാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള മോഡലിനെക്കാട്ടിലും 3 ഇരട്ടി കീശ്ശേരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോഡലും കാര്യങ്ങളൊക്കെ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് അയച്ചു തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ എല്ലാത്തിനുള്ള സൗകര്യം ഒരുക്കി തരും കേട്ടോ. അപ്പോൾ അതുതന്നെ LG വരുന്നുണ്ട്, ഗോദ്രേജ് വരുന്നുണ്ട്, സാംസങ് വരുന്നുണ്ട്, എങ്ങനെ പാനസോണിക് വരെ വരുന്നുണ്ട്. പാനസോണിക് എത്ര കൊടുക്കാം? അത് നമുക്കൊരു 27 ഇഞ്ചിൽ നമുക്ക് ചെയ്യാം. 27 രൂപയ്ക്ക് ചെയ്യാം. 27 രൂപക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി. 338 ലിറ്റർ ആണ് വരുന്നത്. 338 ലിറ്റർ ആണ് വരുന്നത്. ജപ്പാന്റെ സാധനം അല്ലേ? ഫുൾ വാറണ്ടി ഉണ്ടാവും. 10 വർഷം കംപ്രസർ വാറണ്ടി കൊടുക്കാം. ഇതുവരെ 5 വർഷമായി പറഞ്ഞത്. പാനസോണിക്കിന് 10 വർഷം നമുക്ക് അങ്ങനെ തരുന്നുണ്ട്. അതേപോലെ നമുക്ക് തരും. 10 വർഷം വരെ കംപ്രസർ വാറണ്ടി തരും കേട്ടോ. അപ്പൊ ഗോദ്രേജിന്റെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു മാറ്റ് ടൈപ്പ് അല്ലേ? മാറ്റ് ടൈപ്പ് ഗോദ്രേജിന്റെ ഒരു ഫ്രിഡ്ജ്, ഡബിൾ ഡോർ, അടിപൊളി കേട്ടോ. ഇതിന്റെ നീറ്റൊക്കെ നോക്കിയാൽ, കാരണം നിങ്ങൾ പുതിയത് എങ്ങനെയാണോ വാങ്ങുക അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഉപയോഗിച്ചതോ അവർ പുതിയത് എടുക്കാൻ വേണ്ടി മാറ്റിയതോ ഒന്നുമല്ല. കമ്പനിയിൽ നിന്ന് ചെറിയ ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇവരിവിടെ വെക്കുന്നത് മാത്രം. അപ്പോൾ ഗോദ്രേജിന്റെ ആണ് വരുന്നത്. എത്ര റേറ്റ് വരുന്നത്? 26,900 ഇതിൽ പറയുന്നുണ്ട്. 300 സംതിങ് ലിറ്റർ വരുന്നുണ്ട് കപ്പാസിറ്റി. 338 ലിറ്റർ വരുന്നതാണ് കപ്പാസിറ്റി. 26,900 പേര് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും ഹെയറിൻ്റെ വരുന്നുണ്ട്, വേർപൂൾ വരുന്നുണ്ട്, ഗോദ്രേജ് വരുന്നുണ്ട്, പാനസോണിക് വരുന്നുണ്ട്. ഒരുപാട് മോഡലുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സീലിംഗ് ഫാൻ ആയിക്കോട്ടെ, സബ് വൂഫർ ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് എങ്കിലും, ഇസ്തിരിപ്പെട്ടി ആയിക്കോട്ടെ, ഫ്രണ്ടോറൊക്കെ വരുന്നുണ്ടല്ലോ. ഫ്രണ്ടോറൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമുക്ക് 28
18,900 നമുക്ക് ചെയ്യാം. പുറത്ത് എത്ര വില വരും? പുറത്ത് 37 രൂപ വില വരുന്നതാണ്. 10,000 രൂപ കുറച്ചുകൂടെ കൊടുക്കുന്നത്. എത്ര കൊടുക്കുന്നത്? 28,900. അതുകൊണ്ട് തന്നെ ഹെയറിൽ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? അത് 26 റേഞ്ച്. ഇതൊക്കെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ ഗ്യാരണ്ടി അതൊന്നും തന്നെ ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊരു കോംബോ വരുന്നുണ്ടല്ലോ, കടായി തവ ഫ്രൈ പാൻ കോംബോ. എത്ര കൊടുക്കാം? നമുക്കൊരു 950 കൊടുക്കാം അല്ലേ? 990 ഇവിടുത്തെ റേറ്റ്. 950 കൊടുക്കും. ലാസ്റ്റ് ആണ് ഇവിടെ വന്ന് ഇനി ബാർഗൻ ചെയ്യുന്നില്ലേ? നമുക്കുള്ള റേറ്റ് ആണ്. ഇതിന്റെ വില വരുന്നത് 3,290 ഒക്കെ വില വരുന്നുണ്ടല്ലോ. MRP റേറ്റ് 3,700 എന്തായാലും കൊടുക്കണം. ചെക്ക് ചെയ്തോളൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിയാൽ മതി. കാരണം ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റെവിടെയും കിട്ടാത്ത വില എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. 100% നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വില കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയിട്ട് മാറ്റണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു നിർബന്ധമില്ലല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇവർ അത്രക്ക് ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത്രക്കും വില കുറച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഇനി കുറയ്ക്കാൻ കഴിയില്ല എന്നിട്ട് വേണം നമ്മളെ ചാനലിന് വേണ്ടി നമ്മൾ വീണ്ടും കുറച്ചിട്ട്. അത് വീഡിയോ കാണുന്ന ഓഫറാണ് നിങ്ങളോട് പറഞ്ഞത്. അതെ അതെ. മറ്റേ നമ്മൾ ഫിക്സഡ് റേറ്റ് ഇട്ടേക്കലും, പക്ഷെ നിങ്ങൾ വീഡിയോ ഉള്ളവർക്കാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്നതിലോട് നിങ്ങൾ പറയണം വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണെങ്കിൽ പറയണം വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ വീഡിയോക്കുള്ള പ്രൈസ് നമ്മൾ ചെയ്തു തരില്ല. നിങ്ങൾ ഷോപ്പുകളിലേക്കൊക്കെ ഫ്രീസർ നോക്കുന്നുണ്ടെങ്കിൽ ഗോദ്രേജിന്റെ 200 ലിറ്ററിന്റെ ഫ്രീസർ വെറും 16,500 ഇവരിവിടെ പ്രൈസ് ഇട്ടത്. അത് നമ്മുടെ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ 16 കൊടുക്കും. തീർച്ചയായിട്ടും ചെയ്തു തരും കേട്ടോ. 7,800 32 ഇഞ്ച് TV MR കമ്പനി വരുന്ന 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് 7,800 നിങ്ങൾക്ക് നൽകിട്ടാ. കുട്ടികൾക്കൊക്കെ വേണ്ട സൈക്കിളുകളാണെങ്കിൽ ഒരുപാട് ഐറ്റം സൈക്കിളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗിയർലെസ് സൈക്കിൾ ആണെങ്കിൽ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 4,800 കൊടുക്കാം. ഏതാ സൈസ് വരുന്നത്? 24 സൈസ് വരുന്നത് 4,800 അല്ലേ? 4,800 കൊടുക്കാം. അടുത്തത് വരികയാണെങ്കിൽ ഗിയറിൽ വരുന്നുണ്ട്. ഗിയറിന് എത്ര കൊടുക്കാം? ഇത് നമുക്ക് റേറ്റ് കൊടുക്കുന്നത് 10 രൂപ നമുക്ക് ഓഫർ 10 രൂപ കൊടുക്കാം. ഇത് പുറത്ത് എത്ര വരും? ഇത് പുറത്ത് 14,000 രൂപ വരുന്ന ഗിയർ സൈക്കിള് 26 അല്ലേ സൈസ് വരുന്നത്? 26 സൈസ് വരുന്നത് വെറും 10,000 രൂപ കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത്. ഇതേതാ സൈസ് വരുന്നത്? ഇത് 20 സൈസ് വരുന്നത്. ഇത് ചെറിയ നോർമൽ മോഡൽ അല്ലേ? 3,900 20 സൈസ് വരുന്നത്. 20 സൈസ് വരുന്നത് 3,900. ബോഡിക്ക് എങ്ങനെ 1 ഇയർ ഫ്രെയിം വാറന്റി 1 ഇയർ ഫ്രെയിം വാറന്റി തരുന്നുണ്ട് കേട്ടോ. അടുത്തയിലേക്ക് പോവാണെങ്കിൽ ഒരു കുഞ്ഞൻ സൈക്കിള് അല്ലേ? എത്ര കൊടുക്കാം? ഇതൊരു 3,500 നമുക്ക് 3,500 വില ഇട്ടതാ. 16 സൈസ് സൈക്കിൾ 3,500. കുട്ടികളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല സൈക്കിൾ എവിടെയാണ് കിട്ടുക എന്നുള്ളത്. നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, ഓമശ്ശേരി കേട്ടോ. അടുത്തത് വരികയാണെങ്കിൽ ഇത് എത്ര സൈസ് വരുന്നത്? 14 സൈസ് വരുന്നുണ്ട്. 14 സൈസ് എത്ര റേറ്റ് വരുന്നത്? 3 രൂപ 3,000 രൂപ കൊടുക്കും അല്ലേ? 3,000 രൂപക്ക് ദേ 14 അല്ലേ സൈസ് വരുന്നത്? 14 സൈസ് വരുന്നത്. ഫ്രെയിം വാറണ്ടി 1 ഇയർ ഫ്രെയിം വാറണ്ടി വരെ നൽകിട്ടാ. അടുത്ത് വരികയാണെങ്കിൽ എത്ര സൈസ് വരുന്നത്? 12 സൈസ് വരുന്നത്. എത്ര കൊടുക്കാം? നമുക്ക് 2,800 കൊടുക്കാം. 2,800 കൊടുക്കാം. 12 സൈസ് വരുന്നത് 2,800. കുഞ്ഞൻ സൈക്കിള്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ? നല്ല ക്വാളിറ്റിയാണ്. ABS ടീമാണ് ചെയ്യുന്നത്. ABS ടീമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 1 ഇയർ ഫ്രെയിം വാറന്റിയോട് കൂടിയിട്ട് 2,800 അല്ലേ? 2,800 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് 14 സൈസ് 12 സൈസ് 12 വയസ്സ് വരെ 12 സൈസ് തന്നെ 12 സൈസ് 14 16 20 24 26 ഏത് സൈസിന് വേണമെന്നുണ്ടെങ്കിലും കുഞ്ഞൻ സൈക്കിളുകൾ മുതൽ വലിയ സൈക്കിളുകൾ വരെ കിട്ടില്ല ഓഫറിൽ 10,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഗിയർ സൈക്കിൾ കിട്ടുമോ? അതും പുത്തൻ സാധനം കേട്ടോ. 1 ഇയർ ഫ്രെയിം വാറന്റിയോട് കൂടിയിട്ട്. ഈ തവയൊക്കെ കണ്ടില്ലേ? 780 രൂപയൊക്കെ MRP വരുന്നുണ്ടെങ്കിലും ഷോപ്പുകളിലൊക്കെ, ഞാൻ ഷോപ്പുകളിൽ നിന്ന് എടുത്ത് പറയുന്നില്ല, ഓൺലൈനിലായാലും 500-600 രൂപ വില വരുന്ന ഈ ഒരു തവയ്ക്ക് ഇവർ നൽകുന്ന പ്രൈസ് എത്ര അറിയണ്ടേ? ഒന്ന് പറഞ്ഞോടി. നമുക്ക് 250 നിങ്ങൾ പറഞ്ഞിട്ട് ചെറിയ രീതിയിലൊക്കെ കുറച്ച് കൊടുക്കൂലേ? അപ്പൊ നിങ്ങൾക്ക് സാധനം എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ച് തരും കേട്ടോ. 280 രൂപയ്ക്കാണ് ഇവർ ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഒരുവിധം ഹോം അപ്ലയൻസ് ഒരുവിധ സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ AC കൊടുക്കാനില്ലേ? AC ഉണ്ട്. ഷോപ്പിലുണ്ട്. നമുക്ക് കീശേരി ഓഫീസിലുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് എങ്ങനെ AC കൊടുക്കുന്നത്? നമുക്ക് ഇനി ഇവിടെ സാധനം ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരും. അതാണ് കേൾക്കേണ്ടി. അപ്പൊ AC ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ടി സൈക്കിൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുക്കർ ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, ഇസ്തിരിപ്പെട്ടി ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, സീലിംഗ് ഫാൻ, അതുപോലെ തന്നെ വാൾ ഫാൻ, എല്ലാ ഐറ്റംസുകൾ ഒരൊറ്റ സ്റ്റോറിലേക്ക് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? ഇത് ഈ ലൈഫ് കാർഡ് അല്ലേ? ലൈഫ് കാർഡ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കും അല്ലേ? അയച്ചും തരും കേട്ടോ. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും അടിയിലൊന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ വരുന്നത്
ഓമശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് താമരശ്ശേരിക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടില്ല വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടാണോ അല്ല പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടാണ്? പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടാണ്. പെട്രോൾ പമ്പ് വരുന്ന സമയത്ത് നമ്മൾ കണ്ടില്ല. പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ലൈഫ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചു തരുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ വിളിച്ചു നോക്കുക. എല്ലാ ദിവസവും ഓപ്പൺ ആണോ അല്ലെ സൺഡേ ലീവ്? സൺഡേ ഉച്ച വരെ ഉണ്ടാവും. സൺഡേ ഉച്ച വരെ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഇത് ഇന്നും നാളെ തീരുന്ന ഓഫർ അല്ല കേട്ടോ. 365 ദിവസവും 5 വർഷമായി നമ്മൾ കീശേരി ഷോപ്പ്. 5 വർഷമായി. ഓക്കെ. ഇവിടെ എത്രയായി? ഇവിടെ 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞ്. ഇനി ആർക്കെങ്കിലും എന്താ സംശയം ഉണ്ടെങ്കിൽ കീശേരി ഉണ്ട്, കീശേരിയിലെ നമ്പറും കൊടുക്കുക, ഇവിടുത്തെ നമ്പറും കൊടുക്കുക അല്ലേ. ഓക്കെ. എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.